ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഈസി ആയിട്ടൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ആപ്പിളായാലും കുഴപ്പമില്ല, നല്ല റെഡ് ആയിട്ടുള്ളതോ പിങ്കോ അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു തൊലി കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത്ര ഒരു ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളെല്ലാം തോന്നുന്നു കേട്ടോ. നമ്മൾ ആപ്പിളിൻ്റെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, തോലി പോക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചതവും ഒക്കെ കാണുക കേട്ടോ. അപ്പോൾ നമ്മളത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കുരുമെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ചാനൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ആപ്പിളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ആ ഒരു കളറ് ചേഞ്ച് ആവുന്ന വരെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കറുവപ്പട്ട പൊടിച്ചത്, സിന്നമോൺ പൗഡറില്ല, അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിന്നമോൺ പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ, പിന്നെ ഒരു പഞ്ചസാര ഇട്ടൊന്നിങ്ങനെ മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ആപ്പിളൊക്കെ കുഴഞ്ഞ് വന്നിട്ട് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാട്ടുന്ന പോലെ കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഏകദേശം ഒരു 90% നമ്മൾ നേന്ത്രപ്പഴം വാട്ടിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു പട്ടയുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം തോന്നുമെന്ന് മാത്രം. അപ്പോൾ ഒരുപാട് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഫ്രൂട്ട്സ് ആണ്, അതെല്ലാം കൂടെ നമ്മൾ വയറ്റും കൂടെ വരുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണവും നഷ്ടപ്പെടാൻ മതിയാവും. അപ്പോൾ ഒരിക്കലൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ.